ഗൗതം ഇതില്ലേടാ, വീഡിയോ ഓൺ ആക്കടാ. വീഡിയോ ഓൺ ആക്കാൻ യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിയാലോ? 3 നോക്കിയില്ലേ? ക്വസ്റ്റ്യൻ എഴുതിക്കോ. Obtain the expression for obtain the expression for obtain the expression for obtain the expression for the magnetic field the magnetic field the magnetic field the magnetic field at a distance r, small letter r, at a distance r, small letter r ആണ്. At a distance small letter r from a long straight wire carrying a current I. ശ്രീഹരി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ഫിസിക്സിന് ശ്രീഹരി ആബ്സെന്റ് ആണ്. ഓക്കെ, വേഗം 3 വരെ എഴുതി അയക്കും. വേഗം കാണാൻ എഴുതുക. എഴുതി കഴിയുമ്പോൾ ഫോട്ടോ എടുത്ത് അയക്കുക. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ ശ്രീഹരി ഇല്ലായിരുന്നോ? ഫിസിക്സിന്റെ ഉണ്ടായിരുന്നു. സോ ശ്രീഹരി ഒരു കാര്യം ചെയ്യ്, ബയോട്ട് സാവാർട്ട് ലോ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറന്റ്, സർക്കുലർ കറന്റ് ലൂപ്പ് അതിന്റെ ഡെറിവേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് അത് രണ്ടും വേഗം എഴുതി എനിക്ക് അയക്കും. ബയോട്ട് സാവാർട്ട് ലോയും മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്, അത് ബയോട്ട് സാവാർട്ട് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. അപ്പം ലോ എഴുതണം, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതണം, ആൻഡ് ഈ പറയുന്ന സർക്കുലർ ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷനെ ഡിറൈവ് ചെയ്യും. വീഡിയോ ഓൺ ആക്കും. എന്നിട്ട് എനിക്ക് വേഗം അയച്ചിടുക. ഏത് ആരാ ചോദിച്ച ലോ എഴുതണോ? ഗൗതാണോ? ആംബിയർ സർക്യൂട്ട് ലോയാണ്. അത് എഴുതിയില്ലേലും കുഴപ്പമില്ല. വേണ്ട, ബാക്കി ഇങ്ങനെ എഴുതി പോയാൽ മതി. പക്ഷെ നിങ്ങളോട് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഡെറിവേഷൻ ചോദിക്കത്തുള്ളൂ. അടിച്ചിരിക്കണം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച അത്ര ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരും തീർന്നോളൂ.
നിങ്ങളുടെ 3 വേർഡേയും കറക്റ്റ് ആണ്. പിന്നെ ഗൗതം ഉണ്ടല്ലോ, റീഅറേഞ്ച് ചെയ്തപ്പം സ്മോൾ ലെറ്റർ ആർ ക്യാപിറ്റൽ ലെറ്റർ ആർ ഒക്കെ ആയിട്ടുണ്ട്. അതിങ്ങനെ അപ്പുറത്തേക്ക് പോകുമ്പം സ്മോൾ ക്യാപിറ്റൽ ആർ ആവുന്നുണ്ടോ? റൂളാണോ? ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. എഴുതുമ്പോ സ്മോൾ ലെറ്റർ ആർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആൻസറിൽ സ്മോൾ ലെറ്റർ ആർ ആയിരിക്കണം. ശ്രീഹരി കഴിഞ്ഞോ? കഴിഞ്ഞേ. ബാക്കിയുള്ളവര് ബാക്കി പോർഷനും കൂടി എടുത്തൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇന്നത്തെ നോട്ടും ഇന്ന് ഞാൻ കുറച്ച് നോട്ട് അയച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. കഴിഞ്ഞെങ്കിൽ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചേക്കെ. ശ്രീഹരി കഴിഞ്ഞെങ്കിൽ വേഗം ഫോട്ടോ എടുത്ത് അയക്കുക കേട്ടോ. ശ്രീഹരിന്റെ ബയോട്സാവായിട്ട് ലോ കറക്റ്റ് ആണ്, പക്ഷെ നീ എന്താണ് ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്? എന്താ ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്? അയച്ചെന്നാണോ? മാഗ്നറ്റിക് ഫീൽഡാ? അതാണോ അതിന്റെ ഡെറിവേഷൻ? സത്യം പറ, ഇവിടെ നോക്കി സത്യം പറ ഗൗതം, നീ അയച്ചു കൊടുത്തല്ലേ? അപ്പം ഒരു കാര്യം ചെയ്യും, ശ്രീഹരി ഉണ്ടല്ല, ബയോട്സാവാർഡ് ലോ കറക്റ്റ് ആണ്. ഈ ലോ പഠിപ്പിച്ച സമയത്ത് നമ്മൾ അന്ന് തന്നെ ഒരു ഡെറിവേഷൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെറിവേഷൻ പഠിച്ചായിരുന്നത്. ഇങ്ങനെ ഒരു ഫിഗർ ഒക്കെ വരച്ച് കണ്ടിട്ടുണ്ടോ? അതാണ് അവിടെ ഡിറൈവ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഡെറിവേഷൻ ഈ ഡെറിവേഷൻ ഒരു 2 തവണ എഴുതി എനിക്ക് ശനിയാഴ്ചക്കുള്ളിൽ ഇട്ടേക്കണേ. ശനിയല്ല ഞായർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നമ്മുടെ ആംബിയർ സർക്യൂട്ടല്ലോ, അവിടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ.
ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റി ലോങ് സ്ട്രെയിറ്റ് വയർ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അതിന്റെ സബായിട്ട് തന്നെയാണ് നമ്മുടെ സോളിനോയിഡിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യം ഡിറൈവ് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കുന്നതാണ് എക്സാമിന്. ഓക്കെ, ലോ എഴുതാൻ പറയും, ഇതിലേതെങ്കിലും ഒരു ഡെറിവേഷൻ ചോദിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? രണ്ട് പാരലൽ കണ്ടക്ടർ വെച്ചേക്കുവാണെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. സോ നമ്മൾ അവിടെ പഠിച്ച കാര്യം എന്താണ്? ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. രണ്ട് കണ്ടക്ടറിനും സെയിം ഫോഴ്സ് ആയിരിക്കും. പക്ഷെ കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ എന്താ പ്രത്യേകത? സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഫോഴ്സ് രണ്ടും സെയിം കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഫോഴ്സും സെയിം ഡയറക്ഷനിലേക്കായിരിക്കും. നമ്മുടെ ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. മറ്റേ കണ്ടക്ടറിൽ പിടിച്ചു കഴിയുമ്പം തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനിലും ഈ ബാക്കിയുള്ള വിരലുകൾ ഫോഴ്സിന്റെ ഡയറക്ഷനിലുമാണ് പഠിച്ചിട്ടില്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അല്ല, മാഗ്നറ്റിക് ഫീൽഡ് എന്നല്ലേ പഠിച്ചേക്കുന്നത്. ഇപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ല, ലെഫ്റ്റ് ഹാൻഡ് റൂളോ മറ്റേ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് അപ്പോഴല്ലേ നമുക്ക് ഫോഴ്സ് കിട്ടത്തുള്ളൂ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. യെസ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് പാരലൽ കണ്ടക്ടർ എടുക്കുവാണെങ്കിൽ അവിടെ സെയിം ഡയറക്ഷനിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് പ്രത്യേകത? ഫോഴ്സ് രണ്ടും സെയിം ഡയറക്ഷനിലേക്കായിരിക്കും. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടോർക്ക് ഓൺ എ കറന്റ് ലൂപ്പ്. ടോർക്ക് വരണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? വെലോസിറ്റി. ഫോഴ്സ് എന്നൊരു അതിനവിടെ ഒരു സർക്കുലാർ മോഷൻ ഉണ്ടാവും. സർക്കുലാർ മോഷനിലെ ടേമല്ല ഈ ടോർക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ എടുത്തേക്കുന്ന കണ്ടക്ടറിന് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് മൂലം എന്തുണ്ടാവണം? ഒരു മൂവ്മെന്റ് ഉണ്ടാവണം. ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായെങ്കിലേ നമുക്ക് ടോർക്ക് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോർക്കിനെ കുറിച്ചിട്ടാണ്. സോ ഹെഡിങ് എഴുതിക്കോ, ടോർക്ക് ഓൺ എ കറന്റ് ലൂപ്പ്. ടോർക്ക് ഓൺ എ കറന്റ് ലൂപ്പ്. ടോർക്ക് ഓൺ എ കറന്റ് ലൂപ്പ്. അതിനൊരു സബ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോ, ടോർക്ക് ഓൺ എ റെക്ടാങ്കുലാർ കറന്റ് ലൂപ്പ്. ടോർക്ക് ഓൺ എ റെക്ടാങ്കുലാർ കറന്റ് ലൂപ്പ്. Torque on a rectangular current loop in a uniform magnetic field. In a uniform magnetic field. The rectangular current loop. Rectangular current loop in a uniform magnetic field. In a uniform magnetic field. സോ നമുക്ക് ഹെഡിങ് എഴുതിയില്ലേ, അത് സബ് ഹെഡിങ് ആണ് കേട്ടോ. പറയട്ടെ? സോ നമുക്ക് ആ ഹെഡിങ് വായിച്ചപ്പോഴും മനസ്സിലായി അവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സമയത്തുള്ള ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? എന്താ ശ്രീഹരി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? എല്ലായിടത്തും ഒരേപോലെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. ആൻഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കണമെങ്കിൽ ആ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കണം? പാരലൽ ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് രണ്ട് മാഗ്നറ്റിനെ കൺസിഡർ ചെയ്യാം. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ഓക്കെ, നമ്മൾ എവിടുത്തെ ടോർക്കാണ് കണ്ടുപിടിക്കുന്നത്? റെക്ടാങ്കുലാർ കറന്റ് ലൂപ്പിന്റെ കാര്യമാണ്. സോ ഇവിടെ ഇതിനിടയിൽ ഒരു റെക്ടാങ്കുലാർ കറന്റ് ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. റെക്ടാങ്കുലാർ കറന്റ് ലൂപ്പ് ABCD. ഈ കറന്റ് ലൂപ്പിന്റെ പേരാണ് ABCD. ഓക്കെ, സൗത്ത് പോൾ. ഇതിലെ ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട്, A to B. ഇങ്ങനെയാണ് ഇവിടെ കറണ്ട് പാസ് ചെയ്ത് പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ ഓഫ് ആണോ? ആരും കാണുന്നില്ലല്ലോ. വീഡിയോ ഓണാണല്ലോ.
സോ ഈ പാസ് ചെയ്ത് പോകുന്നത് കറണ്ട് ആണ്, കറണ്ട് പോകുന്ന ഡയറക്ഷൻ ആണ് വരച്ച് കാണിച്ചേക്കുന്നത്. ഇനി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? എങ്ങോട്ടേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? സെയിം അല്ലേ? മൈക്ക് ഓൺ ആക്കിയിട്ട് ആര് വേണേ പറഞ്ഞു, വേഗം വേഗം. സെയിം അല്ലേ? പാരലൽ ആണ്. അതായത് എങ്ങോട്ടേക്കായിരിക്കും? ഇന്ന സൈഡിൽ നിന്ന് ഇന്ന സൈഡ് അങ്ങനെ പറയാം. നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഇവിടെ രണ്ട് മാഗ്നറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂണിഫോം ആയിട്ട് കുറെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഞാൻ ഒരെണ്ണെ വരച്ച് കാണിക്കുന്നുള്ളു. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുമ്പോ നമുക്ക് മനസ്സിലായി കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ 90 ഡിഗ്രിയാണ്. ഇത്രയാണ് നമ്മുടെ ഫിഗറിലുള്ള കാര്യങ്ങൾ. ഒരു റെക്ടാങ്കുലാർ ലൂപ്പിലെ ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. രണ്ട് മാഗ്നറ്റ് അപ്പുറത്തും ഇപ്പുറത്തും വെക്കുന്നു ആൻഡ് ഒരു റെക്ടാങ്കുലാർ ലൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ABCD, ആൻഡ് അതിലെ I കറണ്ട് പാസ് ചെയ്തു പോകും. ഓക്കെ, ഒരു മാഗ്നറ്റിക് അല്ല യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഫോഴ്സ് എത്രയാണ്? അതായത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ്? എത്രയാണ് ഗൗതം? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. ചാർജ് വെച്ചാൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നു. എന്താണ് ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാലുള്ള അവിടുത്തെ ഫോഴ്സ് എത്രയാണ് ഗൗതം? പറയിങ്ങോട്ട്. എന്താ ശ്രീഹരി? അതായത് നമ്മുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഒരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തു, പെർപെൻഡിക്കുലർ ആയിട്ടൊരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. സോ ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്താൽ ഏതാണ് ആ ഇക്വേഷൻ? ഏതാണ് കിച്ചു? FM is equal to ILB sin theta. അതാണോ? Yes, F is equal to ILB sin theta. എല്ലൊക്കെ സ്മോൾ ആകട്ടോ. ILB sin theta. ഇതാണ് ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തത്. അങ്ങനെ പകരം ഒരു ചാർജ് ആണ് പ്ലേസ് ചെയ്യുമെങ്കിൽ അവിടെ കിട്ടുന്ന ഇക്വേഷൻ എന്തായിരുന്നു? F is equal to നോക്കി തപ്പി കണ്ടുപിടിക്കണല്ലോ. F is equal to QVB sin theta. QVB sin theta. ആ രണ്ടും ഡെറിവേഷൻ ആയിട്ട് ചോദിക്കണതാണ്, പഠിച്ചു വെച്ചോണ്ട്. ഇക്വേഷൻ ഒക്കെ ഇങ്ങനെ മറന്നു പോകരുത്. So F is equal to ILB sin theta. നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ എടുത്താൽ മതി. F is equal to ILB sin theta. അല്ല, ഇവിടെ കണ്ടക്ടർ അല്ല പ്ലേസ് ചെയ്തേക്കുന്നത്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട്. സോ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഇക്വേഷൻ F is equal to ILB. എന്താണ്? എന്താണ്? കറണ്ട് അല്ലേ? I കറണ്ട് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ കണ്ടക്ടറിന്റെ ഓരോ പാർട്ടിലായിട്ടുള്ള ഫോഴ്സ്, അതായത് AB-യിൽ എന്തോരം ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, BC-യിൽ എന്തോരം ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, CD-യിൽ എന്തോരം ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കണ്ടുപിടിക്കും. ഓക്കെ, ആദ്യം നമുക്ക് ഫോഴ്സ് അറ്റ് AB നോക്കാം. ഫോഴ്സ് അറ്റ് AB ഇത് നമ്മൾ ഒരു തവണ ഇതുപോലെ ചെയ്തായിരുന്നു. ഏത് കേസിലാ? എന്ത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിട്ടാ? നമ്മുടെ സോളിനോയിഡിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ഡിറൈവ് ചെയ്തത് പോലെ തന്നെ ഓരോ പാർട്ട് എടുത്ത് നമ്മൾ ഇനി എഴുതുക. സോ ഇവിടെ നോക്കിക്കേ, കറണ്ടിന്റെ ഡയറക്ഷൻ മേപ്പോട്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. സോ ഇവിടുത്തെ സൈൻ തീറ്റ എത്രയാണ്? തീറ്റ 90 ആണ്. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ILB sin 90. sin 90 എത്രയാണ്? 1 ആണ്. sin 90 1 ആണ്. അപ്പൊ നമ്മുടെ FAB എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? ILB. ഇനി നമ്മൾ എന്താണ് FBC കണ്ടുപിടിക്കുക. FBC എന്തായിരിക്കും ഗൗതം FBC ആയിട്ട് കിട്ടണത്? ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡും സെയിം കറണ്ടിന്റെ സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ അവരുടെ ആംഗിൾ എത്രയാണ്?
സെയിം ഡയറക്ഷനിലാണ് ആംഗിൾ എത്രയാ? 180 അല്ല, 180 എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. ആംഗിൾ അല്ലേ നമ്മൾ നോക്കുന്നേ. ഈ സെയിം ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന്റെ നേരെ പൊക്കത്തൂടി നമ്മുടെ സീറോയാണ് അവിടുത്തെ ആംഗിൾ കേട്ടോ. തീറ്റ എന്ന് പറയുമ്പോ ആംഗിൾ ആണ്. അപ്പം തീറ്റ 0 ആയി കഴിഞ്ഞാൽ ഇവിടെ FBC എത്രയാണ്? 0. സോ ഫോഴ്സ് അറ്റ് BC എന്ന് പറയുന്നത് 0 ആണ്. ശ്രീഹരി, അങ്ങനെയാണെങ്കിൽ FCD എത്രയാണ്? CD എന്ന് പറയുന്ന ഈ കണ്ടക്ടറിന്റെ ഈ പോർഷനിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്? ഇവിടെ നോക്കുമ്പോൾ കറന്റിന്റെ ഡയറക്ഷൻ നേരെ താഴത്തേക്ക്, CD-യിൽ കറന്റിന്റെ ഡയറക്ഷൻ താഴേക്കാണ്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാണ്? തീറ്റ എത്രയാ? 90 ആണ് അല്ലെ? തീറ്റ 90 അല്ലേ? അങ്ങനെയാണ് FCD എത്രയാ? 90 ആണ്. 90 ആണെങ്കിൽ sin 90 1 ആയി പോകും. ആൻഡ് ILB എന്ന് വരും. ഓക്കെ, അടുത്ത ഏതാണ്? FAD. FAD എത്രയാ അർജുനെ? FAD FAD 0 ആണ്. കാരണം കറന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇങ്ങോട്ടേക്കാണ്. സോ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 0 ആണ് അവിടുത്തെ ആംഗിൾ. അല്ലെങ്കിൽ 180 ഓപ്പോസിറ്റ് അല്ലേ? 180 വന്നാലും എന്താണ്? sin 180 0 ആണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ 0. ഇനിയാണ് നമ്മൾ ടോർക്കിലേക്ക് പോകുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലായി FABക്കും CDക്കും ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. FAB എന്ന് പറയുന്ന ഈ സ്ഥലം, ഈ കണ്ടക്ടറിന്റെ ഈ പോർഷനിലും CD എന്ന് പറയുന്ന ഈ പോർഷനിലും എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. സോ AB-യിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഈ സാധനം ബാക്കിലേക്ക്, അതായത് ഇങ്ങനെ ഉള്ളിലേക്ക്, സ്ക്രീനിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് അറിയാൻ പാടില്ല, അതായത് ഈ ഒരു ബുക്ക് ഇവിടെ ഫോഴ്സ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും? നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഫോഴ്സും ഒന്ന് പൊക്കത്തേക്ക് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ബാക്കിലേക്കും ആയിരിക്കും. അതായത് ഇവിടെ ഈ സൈഡിന്റെ ഫോഴ്സ് ബാക്കിലേക്കും മറ്റേതിന്റെ ഫ്രണ്ടിലേക്കും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. പിടികിട്ടിയോ? മനസ്സിലായോ റൊട്ടേറ്റ് ചെയ്യണ കാര്യം? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലല്ലോ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കറന്റ്, അതായത് ഇവിടെയാണ് കറന്റ് മേപ്പോട്ടാണെങ്കിൽ ഇതിന്റെ ഫോഴ്സ് ബാക്കിലേക്കായിരിക്കും. ആൻഡ് ഇവിടെ കറന്റ് നേരെ താഴേക്കാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. സോ അങ്ങനെ ഒരു ഫോഴ്സ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ കിച്ചു? മനസ്സിലായി. അപ്പൊ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, അതായത് കുറച്ചങ്ങ് മൂവ് ചെയ്ത് തീറ്റ എന്ന് പറയുന്ന ഒരു ഫോമിലെത്തി. അതായത് ഇതാണ് നമ്മുടെ യൂണിഫോം, നമ്മൾ നേരത്തെ വരച്ചത് തന്നെയാണ്. ഇതാണ് നമ്മുടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ നോർത്തിനും സൗത്തിനും ഇടയ്ക്കുണ്ടായിരുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. സോ ഈ റെക്ടാങ്കുലർ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തത് ഇങ്ങനെ എത്തി. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 അല്ല. സോ ഇന്ന് നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. അതിന്റെ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുകയാണ്. കുറച്ച് ചെരിച്ച് വരച്ചു, അപ്പൊ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. നേരെ താഴേക്കാണ്, ഇങ്ങനെ വളവൊന്നുമില്ല കേട്ടോ, പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. തീറ്റയോട് അടുത്ത് കിടക്കുന്ന, തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് കമ്പോണൻസ് ഇടണം. തീറ്റയോട് അടുത്ത് കിടക്കുന്ന സൈഡ് ഏത് കമ്പോണന്റാ? കോസ് ആണോ സൈൻ ആണോ? കോസ്. സോ ഇവിടെ എങ്ങനെ വരും? L. ഈ ലെന്ത് L ആണ് നമ്മൾ വരച്ച റെക്ടാങ്കുലർ ലൂപ്പിന്റെ. സോ ഇവിടെ L കോസ് തീറ്റ എന്ന് വരും. ആൻഡ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചേക്കുന്നതോ ഇവിടെ കോസ് ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ എന്തായിരിക്കും? L സൈൻ തീറ്റ. ഈ ഫിഗർ പിടികിട്ടിയല്ലോ. ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച സർക്കുലർ ലൂപ്പ് അല്ല, റെക്ടാങ്കുലർ ലൂപ്പ്. അതിന് രണ്ട് സൈഡിൽ മാത്രമേ ഫോഴ്സ് അനുഭവപ്പെടുന്നുള്ളൂ. ഒന്നും പുറകിലേക്കും ബാക്കിലേക്കും ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് പതുക്കെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ പണ്ട് പിടിച്ചില്ലേ മൂവി കോയിൽ മൈക്രോഫോൺ
റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ അത് ഓർത്താൽ മതി. സോ എന്താണ്, അതിങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സൈഡ് ആവുന്ന ഈ ഫേസ് ആണ് വരച്ച് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെയല്ല ടോർക്ക്, ആംഗിൾ വേണ്ട. ടോർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ആംഗിൾ വേണം. കാരണം സർക്കുലർ മോഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുള്ളൂ, ടോർക്ക് ഉള്ളൂ. ദെൻ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു one of the force into perpendicular distance. ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ്. ഇവിടെ നമുക്ക് രണ്ട് ഫോഴ്സ് കിട്ടി, FAB യും FCD. അതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ട്. നമുക്ക് FAB എടുക്കാം. ആദ്യം കിടക്കുന്നവനുണ്ട് FAB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ് ഈ ഫിഗറിൽ? L sin theta. മൈക്ക് ഓൺ ആക്കിയിട്ട് കൂടാ. L sin theta. യെസ്, L sin theta. പെർപെൻഡിക്കുലർ മീൻസ് 90 ഡിഗ്രി വരുന്നത്. ഇവിടെ 90 ഡിഗ്രി ആണ് വന്നത്. L sin theta ആണ് അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. FAB എത്രയാണ്? ILB. ILB നെയാണ് നമ്മൾ FAB എന്ന് വിളിക്കുന്നത്. സോ ആ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. I ക്യാപിറ്റൽ ലെറ്റർ I ആട്ടോ. ILB ഇൻറ്റു L sin theta. L ഇൻറ്റു L എന്താണ്? L square. L square. So I into L square B sin theta. ഈ L square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ് ഏരിയ ആണ്. L square എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയ ആണ് കേട്ടോ. സോ L square നമുക്ക് എങ്ങനെ വിളിക്കാം? ഏരിയ എന്ന് വിളിക്കാം. അങ്ങനെ നമ്മൾ ഏരിയയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് ഈസ് ഈക്വൽ ടു IAB sin theta. IAB sin theta. ഇതാണ് നമ്മുടെ ടോർക്കിന്റെ ഒരു ഇക്വേഷൻ. ഇവിടെ ആരൊക്കെയാണ്? കറന്റും ഏരിയയും മാഗ്നറ്റിക് ഫീൽഡും ആണെങ്കിൽ ടോർക്കിന്റെ ഇക്വേഷൻ, അതായത് ഒരു റെക്ടാങ്കുലർ ലൂപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ്, അവന് ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? IAB sin theta ആണ്. ഓക്കെ, ഇത്രയും വേഗം ഒന്ന് എഴുതിയെടുത്ത്. വല്ലതും എഴുതിയോ നിങ്ങൾ? ഇല്ലല്ലോ. ഫിഗർ വരച്ചോ? വേഗം വര. 2 മിനിറ്റ്. ഫിഗർ വരച്ചോ? ആൻഡ് ഈ ഇക്വേഷൻ വന്നേക്കുന്നത് നമ്മുടെ കണ്ടക്ടർ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ
കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F is equal to ILB sin theta. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഓരോ പോർഷനിലെയും നമ്മൾ എടുത്തേക്കുന്ന സർക്കുലർ ലൂപ്പിലെ ഓരോ പോർഷനിലെയും എന്ത് കണ്ടുപിടിക്കും, ഫോഴ്സ് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് പിടികിട്ടും. ഇതൊക്കെ എഴുതിയില്ലേ, എഫ് എ ബിയില് ILB ആണ്, BC വരുമ്പോ 0 ആണ്, FC വരുമ്പം ILB വീണ്ടും കിട്ടും, ആൻഡ് AD വരുമ്പം 0 ആണ്. നമുക്ക് മനസ്സിലായി രണ്ട് സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് റൊട്ടേറ്റ് ചെയ്തതോ ഇങ്ങനെ ഒരു സൈഡ് ഇമേജ് നമുക്ക് കിട്ടാം. അങ്ങനെ സൈഡ് അത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ചെരിഞ്ഞു വന്നു ഈ ഫിഗർ വരയ്ക്കുക. ഇത് കുറച്ച് ചെരിച്ച് വരച്ചോട്ടെങ്കിലും പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ഫിഗർ വരച്ചു കഴിഞ്ഞില്ലേ, ഇത് കണ്ടക്ടറിന്റെ ലെന്ത് L ആണ്, ആൻഡ് തീറ്റയുടെ അടുത്ത് കിടക്കുന്നത് L cos തീറ്റയും പെർപെൻഡിക്കുലർ ആയിട്ട് വന്നേക്കുന്ന L sin തീറ്റയും ആണ്. ആൻഡ് ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ്, മേലെ കിട്ടിയ ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുത്താൽ മതി, വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആൻഡ് ബാക്കിയുള്ളത് എഴുതുക. FAB is equal to L sin theta. FAB എന്ന് പറയുന്നത് ILB ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. ILB into L sin theta, രണ്ട് L വന്നുകൊണ്ട് L square എന്ന് വരും. L square എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ. സോ നമുക്ക് കിട്ടി ടോർക്ക് ഈസ് ഈക്വൽ ടു IAB sin theta. ഓക്കെ, ഇത്ര എഴുതിയില്ലേ. ഇവിടെ നമുക്ക് IA എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, കറന്റ് ഇൻറ്റു ഏരിയ. കറന്റ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ ആണ്, സ്മോൾ ലെറ്റർ M. കറന്റ് ഇൻറ്റു ഏരിയ എന്താണ്, മാഗ്നറ്റിക് ഡൈപോൾ. സോ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക I ഇൻറ്റു A ഈസ് ഈക്വൽ ടു M, സ്മോൾ ലെറ്റർ M. സ്മോൾ ലെറ്റർ M എന്താണ്, മാഗ്നറ്റിക് ഡൈപോൾ. അങ്ങനെയാകുമ്പോ നമുക്ക് ടോർക്കിന് വേറൊരു ഇക്വേഷനും കൂടി കിട്ടും, ടോർക്ക് ഈസ് ഈക്വൽ ടു MB sin theta. MB sin theta. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, സോ ഇതിന്റെ വെക്ടർ ഫോം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടത് ഈ ഇക്വേഷന്റെ? ടോർക്ക് ബാർ വെക്ടർ കാണിക്കാനുള്ള ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു M ഇൻറ്റു B. ഇതാണ് ഈ ഇക്വേഷന്റെ വെക്ടർ ഫോം കേട്ടോ. സൈൻ തീറ്റനെ നമ്മൾ sin 90 ആയിട്ട് എടുക്കുന്നത്, അത് 1 ആയി പോയി വിചാരിക്കും. അങ്ങനെയാണ്, ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വന്നത്. ഈ രണ്ട് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എഴുതി കഴിഞ്ഞില്ലേ? ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. ഇനി നമുക്കാണ് സർക്കുലർ കറന്റ് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ ലൂപ്പ്, ഇത് നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ കാര്യം, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ ആണെന്നുള്ളത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, സോ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ കറന്റ് ഇൻറ്റു ഏരിയ ആണ്, AI അല്ലെങ്കിൽ IA.
ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന കണ്ടക്ടറിന് ക്യാപിറ്റൽ ലെറ്റർ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷന്റെ ഫ്രണ്ടിൽ ഒരു n ഇട്ട് കൊടുത്താൽ മതി. NIA is equal to m. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ ലൂപ്പ്. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ ലൂപ്പ് ഹെഡിങ് എഴുതുക. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ ലൂപ്പ്. Magnetic moment of the loop. Magnetic moment of the loop. താഴെ എഴുതുക. Magnetic moment is equal to current into area. Magnetic moment M is equal to, small letter m is equal to current into area. IA. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ മറ്റേ ബാർ ഒക്കെ ഇട്ട് കൊടുത്തത്. ആൻഡ് ദോസ് ഡയറക്ഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഏരിയ. അത് ഏരിയയുടെ ഡയറക്ഷനിലേക്ക് തന്നെയായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് അടുത്തത് പഠിക്കാം. അങ്ങനെ നമ്മുടെ ഡെറിവേഷൻസ് ഒക്കെ ഇനി ഒരെണ്ണം കൂടെ അങ്ങാണ്ടേ ഉള്ളൂ. തീർന്നു, ഓൾമോസ്റ്റ് തീർന്നു. ദ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാ ഗൗതം ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്? അല്ല, കറണ്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ. കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഗാൽവനോമീറ്റർ. അമ്മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? അമ്മീറ്റർ എന്തിനാ വെച്ചു അമ്മീറ്റർ ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് മെഷർ ചെയ്യാനാണോ? അല്ല, ആംപിയർ മെഷർ ചെയ്യാൻ. ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാൻ. ആംപിയർ യൂണിറ്റ് അല്ലേ? കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് വോൾട്ട് മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഹെഡിങ് എഴുതുക. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഇലക്ട്രിക് കറന്റ്. Is used to detect electric current. Galvanometer is used to detect electric current. Detect electric current. Then adinte principle. When a current carrying conductor പ്രിൻസിപ്പിൾ എഴുതിയിട്ട് വേണം കേട്ടോ എഴുതാൻ. When a current carrying conductor is placed in a uniform magnetic field, it experience a torque. എന്ന് അർജുന ഓർക്കും മണ്ണുണ്ടോ നിനക്ക്? നിർത്തിയല്ല ഞാൻ. Is placed in a uniform magnetic field, is experience a torque. Torque കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടോർക്ക് ഈസ് ഈക്വൽ ടു NIA into V. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇക്വേഷൻ, ടോർക്ക് ഡിറൈവ് ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. IAB sin θ. അതിന്റെ വെക്ടർ ഫോം ആണ് IA into B, A cross B. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഓക്കെ, ഇതാണ് ഈ നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. ഇനി അതിന്റെ കൺസ്ട്രക്ഷൻ പറയുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം. ഞാൻ സ്ക്രീൻ മാറ്റുവാണ്.
ഇവിടെയും ഇവിടെയും രണ്ട് ബാർ മാഗ്നറ്റ് അല്ല, പക്ഷെ ഇങ്ങനെ ഷേപ്പ് ഉള്ള മാഗ്നറ്റ് ആണ് ഉള്ളത്. നോർത്ത് പോൾ, സൗത്ത് പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെയും വർക്ക് ചെയ്യണത്. ഇക്വേഷൻ കണ്ടില്ലേ, ടോർക്കിന്റെ ഇക്വേഷൻ ആണ്. സൗത്ത് പോൾ അതിന്റെ ഇവിടെ ഒരു റെക്ടാങ്കുലാർ മാഗ്നറ്റിക് ഫീൽഡ് അല്ല, റെക്ടാങ്കുലാർ ലൂപ്പ് ആണുള്ളത്. റെക്ടാങ്കുലാർ ലൂപ്പ് ഉണ്ട്. ലൂപ്പിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ വട്ടിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ, അറിയാൻ വേണ്ടിട്ട്. അതിന്റെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. നോർത്ത് ടു സൗത്ത് തന്നെയാണ്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. സെയിം ഫിഗർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ ഫോഴ്സ് ഉണ്ടാവുന്നത് രണ്ട് സൈഡിലായിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിലായിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡുകളിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് അവിടുത്തെ ടോർക്കിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടോർക്ക് ഈസ് ഈക്വൽ ടു IBA sin theta. NIA sin theta. NIAB sin theta. IAB sin theta. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് റെക്ടാങ്കുലർ, ചുമ്മാ ഒരു കണ്ടക്ടർ അല്ല, ഇതിന്റെ ഇങ്ങനെ ഒരുപാട് കോയിൽ ഇങ്ങനെ കിടക്കുക. എന്നുവെച്ചിങ്ങനെ ഒരുപാട് ടേൺസ് ഉണ്ട്. ഒരെണ്ണം മാത്രമല്ല, ഒരുപാട് ടേൺസ് ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ എന്നിട്ടേക്ക് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് കാണിക്കാനാണ് ക്യാപിറ്റൽ ലെറ്റർ IAB sin theta. ഓക്കെ, IAB sin theta ആണ്. ആൻഡ് ഇവിടുത്തെ സൈൻ തീറ്റയുടെ വാല്യൂ 90 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ വരും? ടോർക്ക് ഈസ് ഈക്വൽ ടു NIAB എന്ന് വരും. ഈ I ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ, വരയ്ക്കുക. ഇതാണ് ഇവിടുത്തെ ടോർക്ക്. ഇതിപ്പം കറങ്ങി ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ, തിരിച്ചത് കറങ്ങി വരുമല്ലേ. സോ ഇവിടുത്തെ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ടോർക്ക് റീസ്റ്റോറിംഗ്, തിരിച്ചു വരുന്നതിനല്ല നമ്മൾ റീസ്റ്റോറിംഗ് എന്ന് പറയുന്നത്. റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ആംഗിളിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആംഗിൾ, അതായത് ഇപ്പം ഇവനിപ്പോ ഒരു ഫൈ ആംഗിൾ അല്ലെ തീറ്റ ആംഗിൾ തിരിഞ്ഞിട്ടുണ്ട്, ആ ആംഗിളിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാരണം സെയിം ആംഗിൾ തന്നെ തിരിച്ചു വരണ്ട പഴയ ഇതിലെത്താൻ. ഒരു തീറ്റ ആംഗിൾ ഇവൻ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തീറ്റ ആംഗിൾ തന്നെ പോയെങ്കിൽ അവൻ പഴയ രീതിയിൽ എത്തത്തുള്ളൂ. അത് അതേപോലെയുള്ള ആ ഒരു പൊസിഷനിൽ എത്തത്തുള്ളൂ, നേരത്തെ ഉണ്ടായിരുന്ന സെയിം പൊസിഷനിൽ എത്തത്തുള്ളൂ. എന്നുവെച്ചാൽ തിരിച്ച് കറങ്ങുന്നല്ല, അവൻ ഓൾറെഡി ഒരു സൈഡിലേക്ക് അവൻ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഫോഴ്സ് സെയിം ആണ്, ഫോഴ്സ് ഒന്ന് ഇങ്ങോട്ടും മറ്റേത് ഫ്രണ്ടിലേക്കുമാണ്. സോ ഇവൻ ഇങ്ങനെ ഇരുന്ന സാധനം കറങ്ങി ഇങ്ങനെ എത്തി. ഇവിടുത്തെ ആംഗിൾ തീറ്റയാന്ന് വിചാരിക്കുക. ഇവൻ തിരിച്ച് വീണ്ടും പഴയ പൊസിഷനിൽ എത്താൻ എത്രയും കൂടി കറങ്ങണം? തീറ്റ കൂടി കറങ്ങണം. സോ ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? ആംഗിളിനോട്, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷനോട് പ്രൊപ്പോർഷണൽ ആണ്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഇവിടെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷനെ നമ്മൾ ഫൈ എന്നാണ് വിളിക്കുന്നത്. ഫൈ ആണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. സോ ഇവിടെ ഞാൻ റീസ്റ്റോറിംഗ് എന്ന് കാണിക്കാൻ R എന്ന് ഇടുന്നുള്ളൂ കേട്ടോ. ടോർക്ക് R എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ എന്തിടണം? കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. K into phi എന്ന് വരും. ടോർക്ക് റീസ്റ്റോറിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ phi. ഡിഫ്ലക്ഷനെ നമ്മൾ ഫൈ എന്നാണ് വിളിക്കുന്നത്. സോ ടോർക്ക് റീസ്റ്റോറിംഗ് എന്ന് പറയുന്നത് ഫൈ, അവിടുത്തെ ആംഗിളിനോട് പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ നമ്മൾ ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്തു, അവനാണ് K. സിമ്പിൾ കാര്യങ്ങളാണ്. ഇനി നോക്കിക്കേ, ഇവിടെയുള്ള ടോർക്കും അതുപോലെ തന്നെ ഇവന് ചേഞ്ച് ചെയ്ത് ഫൈ എന്ന് പറയുന്ന ആംഗിളിൽ എത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ടോർക്കും തിരിച്ചെത്താനുള്ള ടോർക്കും സെയിം അല്ലേ? അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് സെയിം ആണ്. അങ്ങനെയാണ് ഈ ഇക്വേഷനെയും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പാടില്ലേ? സോ അങ്ങനെയാണ് എങ്ങനെ വരും? NIAB is equal to K phi. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈയുടെ രീതിയിലേക്ക് നമുക്ക് മാറ്റാം.
അങ്ങനെയാണ് phi is equal to എന്തായിരിക്കും? NIAB B by K. K. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പം n ഒരു കോൺസ്റ്റന്റ് ആണ്, a ഒരു കോൺസ്റ്റന്റ് ആണ്, b ഒരു കോൺസ്റ്റന്റ് ആണ്, k വേറൊരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ളത് ആരാ? Phi ആരാ? I. യെസ്. അപ്പം നമ്മുടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഡിഫ്ലക്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവിടുത്തെ കറണ്ടിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം. സോ I is proportional to phi. Phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നപ്പോൾ ഇവനുണ്ടായ ഡിഫ്ലക്ഷൻ അത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? അവിടെ നമ്മൾ കൊടുക്കുന്ന കറണ്ടിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. സോ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ കുറെ എന്തൊക്കെയുണ്ട്? n, a, b ഡിവൈഡഡ് ബൈ k. ഇവന്മാര് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലേ? ഇവന്മാര് കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ഫിഗർ ഓഫ് മെറിറ്റ്. ഫിഗർ ഓഫ് മെറിറ്റ് അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് മെറിറ്റ്. ഫിഗർ ഓഫ് മെറിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് G വെച്ചിട്ടാണ്. G ഈസ് ഈക്വൽ ടു, അതായത് ഇവന്റെ റെസിപ്രോക്കൽ എടുക്കുവാണ്, K ബൈ NAB. നമ്മൾ phi കണ്ടുപിടിച്ചോണ്ട് I കണ്ടുപിടിക്കുന്ന രീതിയിലായിരുന്നു ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും വരുന്നത്. സോ ഫിഗർ ഓഫ് മെറിറ്റ് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? phi ഡിവൈഡഡ് ബൈ I എന്ന് വരും. I ഡിവൈഡഡ് ബൈ phi. ഇതെങ്ങനെ വന്നേ? ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷനിൽ നമുക്ക് കോൺസ്റ്റന്റിനെ ഒരു സൈഡിലേക്ക് ആക്കണം. ഇവിടെ വേരിയബിൾ ആയിട്ട് I മാത്രമേ ഉള്ളൂ. I-നെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും, NAB by K. Q phi by I is equal to NAB by Q അല്ലേ? പിടികിട്ടിയില്ലേ? ഓക്കെ, ഇത്ര എഴുതിയെടുക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഇതുണ്ടല്ലോ, നിങ്ങൾ എവിടം വരെ എഴുതണം എന്നറിയാവോ? ഈ ഫൈയുടെ ഇക്വേഷൻ കിട്ടുന്നവരെ എഴുതും. ഇവിടെ വരെ phi is proportional to I വരെ. ഫിഗർ വേണം പഴയ ഫിഗർ തന്നെ വരച്ചാൽ മതി. അവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് അവിടുത്തെ ടോർക്ക് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു, NIAB sin theta. sin theta വാല്യൂ 1 ആയിട്ട് എടുക്കുവാണെങ്കിൽ എങ്ങനെ വരും? ഈസ് ഈക്വൽ ടു NIA. ആൻഡ് റീസ്റ്റോറിംഗ് ടോർക്ക് റീസ്റ്റോറിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ phi. ടോർക്ക് റീസ്റ്റോറിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ phi. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? ടോർക്ക് റീസ്റ്റോറിംഗ് ഈസ് ഈക്വൽ ടു K phi. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിട്ട് കൊടുത്തു? കോൺസ്റ്റന്റിന് ഇട്ട് കൊടുത്തു. ദെൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടോർക്കും റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറയുന്നതും ഈക്വൽ ആണ്, സെയിം വാല്യൂ ആണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ ഫൈയോ ഐയോ കണ്ടുപിടിക്കും. phi കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് കിട്ടും phi is proportional to I. അവിടെ വരെ എഴുതിയോ?
എഴുതിയില്ലേ? എഴുതിയില്ലേ ഗൗതം? ശ്രീകര എഴുതിയില്ലേ? ഞാൻ ഈ ഇക്വേഷനെ താഴത്തേക്ക് ഒന്നെടുത്ത് എഴുതുക. NIAB is equal to K5. ഓക്കെ, എനിക്ക് ഐയുടെ ടൈമിലേക്ക് ഇക്വേഷനെ മാറ്റണം. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ വരും? I is equal to K5 divided by NAB. NAB അല്ല, K5 K5 by NAB അല്ലേ? നേരെ താഴേക്കല്ലേ പോകത്തുള്ളൂ. K5 by NAB എന്ന് വരും. NAB എന്നാണ് കേട്ടോ. ഫൈനെ ഞാൻ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എങ്ങനെ വരും? I/5. ഇവന്മാർ രണ്ടുപേരാണ് ഇവിടുത്തെ വേരിയബിൾസ്, ഐയും ഫൈയും. ഓക്കെ, I/5 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? K ഡിവൈഡഡ് ബൈ NAB. K ഡിവൈഡഡ് ബൈ NAB. ഈ പറയുന്ന K ഡിവൈഡഡ് ബൈ NAB നെയാണ് എന്തെന്ന് വിളിക്കണത്? ഇവന്മാരെ വിളിക്കുന്ന പേരാണ് ഫിഗർ ഓഫ് മെറിറ്റ്. ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് വിളിക്കുന്നത്. K ഡിവൈഡഡ് ബൈ NAB ആണ് എന്ത്? ഫിഗർ ഓഫ് മെറിറ്റ് അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. ഫിഗർ ഓഫ് മെറിറ്റ് അല്ലെങ്കിൽ ഗാൽവനോമെറിക് കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. സോ ഗാൽവനോമെറിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? I/5 ആണ്. കറന്റ് ഡിവൈഡഡ് ബൈ ഡിഫ്ലക്റ്റഡ് ആംഗിൾ ചെയ്യണതാണ്. ഇനി നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് 5/I. ഈ പറയുന്ന I/5 റെസിപ്രോക്കൽ 5/I. 5/I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS. ഇത് ജസ്റ്റ് ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് കേട്ടോ, IS എന്നേ. IS എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? NAB/K. ഇവന്റെ റെസിപ്രോക്കൽ അല്ലേ? ഇവനെ വിളിക്കുന്ന പേരാണ് കറന്റ് സെൻസിറ്റിവിറ്റി. കറന്റ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ 5/I is equal to NAB/K എന്ന് എഴുതും. 5/I is equal to NAB/K. ഈ ഇക്വേഷൻ 5/I is equal to NAB/K. That is equal to IS. സഫിക്സ് ആയിട്ട് വേണം S എഴുതാൻ. അതിന് എന്തെന്നാണ് വിളിക്കുന്നത്? കറന്റ് സെൻസിറ്റിവിറ്റി. കറന്റ് സെൻസിറ്റിവിറ്റി. ഓക്കെ, സോ ഇന്ന് പഠിപ്പിച്ച ഇത്രയും നാളത്തെ ക്ലാസ്സിൽ പഠിച്ചോണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എഴുതിക്കും. കേട്ടല്ല? നോട്ട് നമുക്ക് തീർന്നില്ല, ഒരു ശകലവും കൂടി ഉണ്ട്. അത് കുറച്ചൊരു ഡെറിവേഷനാണ്. സോ നമുക്ക് അടുത്ത നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞ് നമുക്ക് തീർക്കാം ഈ പാഠം. പിന്നെ പിന്നത്തെ പാഠം നമുക്കൊരു 2 ക്ലാസ്സും കൊണ്ട് തീരും. കുഞ്ഞു പാഠം. അപ്പം നിങ്ങളുടെ പരീക്ഷ എന്നത്തേക്കാ വരിക? ഫിസിക്സിന്റെ ടൈം ടേബിൾ കിട്ടിയോ? ടൈം ടേബിൾ വന്നെന്ന് പറഞ്ഞാൽ അറിയത്തില്ല കറക്റ്റ് എങ്ങനെയാണ്. അടുത്ത ഫിസിക്സിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ 13ഉം 14ഉം. എന്തായാലും അടുത്ത പിന്നത്തെ ആഴ്ചയിലെ പരീക്ഷ തുടങ്ങുന്നത് 18ഓ? നമുക്ക് നാളെ മുതൽ നമുക്ക് ചെറുതായിട്ട് റിവിഷൻസ് തുടങ്ങണം. സോ ഈ പാഠം എക്സാമിനുള്ളതാണ്. ഒരു കാര്യം ചെയ്യും, നാളെ ഈ പാഠം പഠിപ്പിച്ച അത്രയും തറവായിട്ട് പഠിച്ചുകൊണ്ട് വരിക. ഇനി നമുക്ക് എക്സ്ട്രാ റിവിഷന് സമയമില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള പാഠങ്ങൾ നോക്കണ്ടേ? അപ്പം ഈ പാഠം ഇന്ന് പഠിപ്പിച്ച അത്രയും, അത് നേരത്തെ ടോപ്പിക്ക് മുതൽ ഇന്ന് പഠിപ്പിച്ച അത്രയും എല്ലാം ഒന്ന് നോക്കിയിട്ട് വരിക. അതിൽ ഏതെങ്കിലും 2 ഡെറിവേഷൻസ് ഞാൻ നാളെ ക്ലാസ്സിൽ എഴുതിക്കും. കേട്ടല്ലോ? നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഏതെങ്കിലും 2 എണ്ണം. ഓക്കെ, ഒരു പ്രോബ്ലം അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം, സമയത്തിനനുസരിച്ച്, പാഠം തീർക്കുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പം പുസ്തകം നന്നായിട്ട് വായിക്കണം. മിസ് നോട്ട് തന്നിട്ടുണ്ട്, അത് വായിക്കണം. പിന്നെ നോട്ട് ഇല്ല എങ്കിൽ ഞാൻ നോട്ട് അയച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് നോക്കുക കേട്ടോ. നന്നായിട്ട് പഠിച്ചിട്ട് നാളത്തെ ക്ലാസ്സിൽ ഇരിക്കും. നാളെ 7 മണിക്കായിരിക്കും. അപ്പം ശരി എന്നാ.
ഓക്കെ ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ആ ഗുഡ് നൈറ്റ്.